അപ്പൊ അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറച്ച് ഹോട്ട് ബസ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ അല്ലു അർജുൻ 22, അതായത് അല്ലിയുടെ ആറാമത്തെ സിനിമ, സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അപ്പൊ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടെസ്റ്റ് ഷൂട്ടാണെന്നാണ് കേൾക്കുന്നത്. മുംബൈയിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ യോഗി ബാബു, കോവി സർല തുടങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പൊ ഷെഡ്യൂൾ സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉടനെ നമുക്കൊരു ടീസർ കാണാൻ പറ്റട്ടെ. സിനിമയുടെ ഒരു ടീസർ ആവില്ല, ഒരു ഗ്ലിംസ് ആയിരിക്കും. അത് എന്താണ് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുള്ളത് സിനിമയുടെ നമ്മളെ അല്ലു അർജുൻ ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഒരു ഫാന്റസി ആണെന്നുള്ള, അല്ലാണ്ട് ഭീകരമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അത് നന്നായിട്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് കളങ്കാവലിന്റെ ടീസർ വരാൻ പോവാണ്. ടീസർ മിക്കവാറും ഓണത്തിന് തിയേറ്റർ ടീസറാണ് വരാൻ പോകുന്നത്. അതെന്തായാലും നമ്മളെ ഞെട്ടിക്കട്ടെ എന്ന് വിചാരിക്കണം. അല്ല, അതിന്റെ ഒരു പോസ്റ്റർ വന്നപ്പോ തന്നെ ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. ഒരു ബാക്കിൽ ഒരു ചിലന്തി വലയിൽ ഒരുപാട് സ്ത്രീകളുടെ മുഖം കൊടുത്തിട്ടുണ്ട്, കുരുങ്ങിയതായി. ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ളൊരു ടൈറ്റിലും അങ്ങനെയാണ്. അതെ, നമ്മുടെ LJP ഷോട്ട് പറഞ്ഞ മാതിരി വലയിൽ കുരുങ്ങുന്ന സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ നമുക്ക് ഡബിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഇപ്പോ അദ്ദേഹത്തിന്റെ അസുഖം കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ സന്തോഷം. തിരിച്ചു വന്ന വരവ് മലയാള സിനിമ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ തിരിച്ചു വന്നതിൽ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത വർക്ക് കളങ്കാവലിന്റെ ഡബിംഗ് ആണ്. ഇനി ഉടനെ പാട്രിയോട്ട് സിനിമയിൽ പുള്ളിക്കാരൻ ജോയിൻ ചെയ്യും. എന്തായാലും അതുപോലെ തന്നെ പോട്ടെ. പാട്രിയോട്ട് സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ സിനിമ ഒരു 60% പൂർത്തി, ഡയറക്ടർ തന്നെ പറഞ്ഞു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രോമിസിംഗ് ആയിട്ടൊരു പ്രോജക്റ്റ് ആണ്. അതെ, അടുത്തത് മറ്റൊരു പ്രോജക്ട്. അല്ലു അർജുന്റെ സിനിമ പറഞ്ഞത് ഇന്ത്യൻ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ഒരു പടത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ രാജമൗലി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പടത്തിനെ പറ്റിയാണ് അടുത്ത അപ്ഡേറ്റ്. SSMP 29, സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു 29 ആണ് SSMP 29. ഇവിടെ പല ആൾക്കാർക്കും എങ്ങനെയാണ് അദ്ദേഹം അറിയില്ല എങ്കിലും അദ്ദേഹം അവിടെ ആരാണെന്ന് എല്ലാവരും കുറച്ച് ആൾക്കാരും ചിലപ്പോ അറിയും. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രഭാസിന്റെ ബാഹുബലി ശേഷം ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ടായില്ല, അതിനെ കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ഗ്ലിംസ് നവംബറിൽ വരുന്നുണ്ട്. അപ്പോ സിനിമയുടെ ഗ്ലിംസോ അല്ലെങ്കിൽ ടൈറ്റിൽ റിവീലോ ജെയിംസ് കാമറൂൺ ചെയ്യും എന്നൊരു റൂമർ. കാരണം ആ സിനിമ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ജെയിംസ് കാമറൂൺ ആണ്. അതെ, ജെയിംസ് കാമറൂണും രാജമൗലിയും കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മളെ ഓസ്കാറിന്റെ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെന്തായാലും ഗംഭീരമാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ രാജുവേട്ടന്റെ പൃഥ്വിരാജ് സുകുമാരന്റെ സിനിമ ഖലീഫ, പലരും ഡ്രോപ്പായി എന്ന് പറഞ്ഞിരുന്ന സിനിമ പെട്ടെന്ന് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയുടെ ഷൂട്ട് UK ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആ പോർഷൻ കംപ്ലീറ്റ് ആയി. കാരണം സിനിമയുടെ മെയിൻ ലൊക്കേഷൻ ദുബായ് വരുന്നത്. അപ്പൊ UK ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുള്ളിയുടെ സിനിമത്തെ ഖലീഫ എന്ന് പറയുമ്പോ തന്നെ അത് അറബിക് ലുക്കാണ് കിട്ടുന്നത്. പിന്നെ പുള്ളിയുടെ ലുക്ക് മനസ്സിലായി, ട്രിമ്മഡ് ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജിതിൻ ലാൽ ഈ സിനിമയുടെ ലൊക്കേഷനിൽ വന്നിട്ട് പുള്ളിയുടെ സ്കാർലയുടെ അടുത്ത സിറ്റിംഗിൽ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ഒരുപക്ഷെ AR റഹ്മാന്റെ സിനിമ ആയിരിക്കാം, ഒരു ഏലിയൻ ഫിലിം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ ആ സിനിമ ആയിരിക്കാം. എന്തായാലും വരട്ടെ, കേട്ടിട്ടുണ്ടായിരിക്കാം. അതെ, ഒരുപാട് സിനിമകൾ റിലീസസ് വരുന്നു. അതിൽ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റ് ആയിട്ടുള്ള സിനിമകളും വരുന്നു. ഇനി അതിലേക്ക് എടുത്തു വെക്കാനായിട്ട് നമ്മുടെ സമ്മറിൻ ബത്ലഹേം കൂടി വരാൻ പോകും. നമ്മൾ ഇതിന്റെ മുമ്പ് ചെയ്ത ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും റിലീസ് ചെയ്യേണ്ട സിനിമകൾ നമ്മൾ എടുത്തു പറഞ്ഞ സിനിമ. ശരിയാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാം ചെക്ക്ഔട്ട് ചെയ്യാം. അത് സമ്മറിൻ ബത്ലഹേം റിലീസ് ചെയ്യാന്ന് പറഞ്ഞ സിനിമ വന്നിട്ട് 27 വർഷമായി. അപ്പൊ എല്ലാ പാട്ടുകളും നല്ല പാട്ട്. പിന്നെ അതൊരു ഫെസ്റ്റിവലിനാണ് റിലീസ് ചെയ്തതും. അത് ഓൾമോസ്റ്റ് നമ്മുടെ ഒരുപാട് വീഡിയോസിൽ സിനിമയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമ്മറിൻ ബത്ലഹേമിന്റെ കാര്യം പറയുമ്പോൾ ഒരു ക്ലാഷ് റിലീസിനെ പറ്റിയിട്ടും കൂടി ഓർമ്മിക്കുകയാണ്. ആ ക്ലാഷ് റിലീസിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് വലിയൊരു ക്ലാഷ് ആയിരുന്നു. അത് സമ്മറിൻ ബത്ലഹേം, പഞ്ചാബി ഹൗസ്, ഹരികൃഷ്ണൻസ് 3 സിനിമകൾ ഒരു ടൈമിൽ ഒരു ഫെസ്റ്റിവൽ റിലീസായി വന്നൊരു ടൈം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ക്ലാഷ് റിലീസിനെ പറ്റി നമ്മൾ സംസാരിക്കും. അടുത്ത അപ്ഡേറ്റ്, വലതുവശത്തെ കള്ളൻ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കാണ്. നമ്മളെ ജിത്തു ജോസഫിന്റെ പടം. അത് ഒരുമിച്ച് ഒരുപാട് സിനിമകൾ വരുന്നതിന്റെ ഒരു കൺഫ്യൂഷൻ. അത് മിറാഷിന്റെ ഒരു ഇത് വന്നു, ഇപ്പൊ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ തൊട്ടടുത്ത പടത്തിന്റെ വന്ന് എപ്പോഴാണ് ഇദ്ദേഹത്തൊക്കെ ഓടി നടന്ന് ചെയ്യണെന്നുള്ളതാണ്. കഥ എഴുതിയിരിക്കുന്നത് നമ്മൾ അപർണയാണ്, നേരിന്റെ.
ഇനി അടുത്ത അപ്ഡേറ്റ് അടുത്ത പറയുമ്പോൾ നമ്മുടെ ദൃശ്യത്തിന്റെ കാര്യം തന്നെ. ദൃശ്യം സെപ്റ്റംബറിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. L365 കാര്യം പറഞ്ഞ പോലെ തന്നെ തൊടുപുഴയിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു എന്താ പറയാ, പെട്ടെന്ന് ലാലായിട്ട് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ പറഞ്ഞേക്കുന്നു തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പാർക്കിങ്ങിന്റെ ഡയറക്ടർ രാംകുമാർ ബാലകൃഷ്ണൻ ചിയാനോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ചിയാൻ നല്ല ഡയറക്ടേഴ്സിനൊപ്പമാണ് സിനിമ ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് നിരൂപക പ്രശംസ വരുന്നുണ്ടെങ്കിലും എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷക പിന്തുണ കുറച്ച് കുറവായിട്ടാണോ കിട്ടുന്നതെന്ന് ചില സന്ദർഭങ്ങളൊക്കെ തോന്നിപ്പോണ്ട്. അതായത് എല്ലാവരും നല്ലത് പറയും, സിനിമ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് വരാണ്ടിരിക്കുകയും ചെയ്യണ കാര്യം ഉദ്ദേശിച്ചത്. സിനിമയുടെ കാര്യം നോക്കുമ്പോ പൊങ്കലിൽ സിനിമ റിലീസ് വെച്ചു, അപ്പൊ വിടാമുറിച്ച് കൊണ്ടെന്ന് വെച്ചു, അപ്പൊ ഇവര് റിലീസ് മാറ്റി, അപ്പൊ വിടാമുറിച്ച് മാറ്റി. അപ്പൊ അതൊരു നല്ലൊരു പരിപാടിയല്ല. അവർ മാറ്റുന്ന അറിയെങ്കിൽ അവരത് പ്രൊഡക്ഷൻ ടീം പറയണം ഞങ്ങളും വരുന്നില്ല എന്നുള്ള കാര്യം. എന്നിട്ട് ആ സിനിമ ഒരു മോശം സമയത്ത് റിലീസാക്കുകയും എംപുരാന്റെ സമയത്ത് റിലീസാക്കി. പക്ഷെ നല്ല സിനിമ ചെയ്തു കേട്ടോ. അത് കളക്ട് ചെയ്യാണ്ട് ഈ വർഷം ഇറങ്ങി വെച്ച് നമ്മളൊരു അണ്ടർ-റേറ്റഡ് സിനിമയായിരുന്നു അത്. അപ്പൊ രാംകുമാർ ബാലകൃഷ്ണൻ നമ്മുടെ പാർക്കിംഗ് ഡയറക്ടറാണ്. പുള്ളി തന്നെ ആയിരുന്നു നമ്മളെ STR49 നമ്മുടെ STR സന്താനം വരുന്ന സിനിമ എടുക്കാൻ. പിന്നെ അറിയാം പല പ്രശ്നങ്ങൾ കാരണം സിനിമ മാറ്റി വെച്ചു. പക്ഷേ ചിമ്പ് ഒരിക്കലും പുള്ളിനെ പിടിച്ചു വെച്ചില്ല. നീ പോയി അടുത്ത സിനിമ ചെയ്ത് വായോ, നമുക്ക് തിരിക്കാമെന്ന് മറ്റു പല നടന്മാരും ചെയ്യുന്ന പോലെ കാണിച്ചില്ല. അപ്പൊ എന്താ നല്ല കാര്യം, എന്തായാലും നല്ലൊരു സിനിമ വരട്ടെ. എന്തായാലും അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളത് വരവ്. വരവ് എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ പോസ്റ്റർ ഇപ്പോ ഇട്ടിരുന്ന ജോർജ് ജോർജ് ലീഡ് റോൾ ചെയ്യുന്ന വരവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് നമ്മുടെ ടോവിനോടെ വരവിന്റെ കാര്യം. ആ വരവ് പ്രൊഡക്ഷൻ ഹൗസ് അല്ല, ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസ്. രണ്ടും രണ്ട് സിനിമകളാണോ എന്നുള്ള സംശയം ആ ടൈറ്റിൽ അവർ ഇവർക്ക് കൊടുത്തോന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇവരെന്തായാലും ഷൂട്ട് തുടങ്ങാൻ പോവാണെന്നുള്ള കാര്യത്തിൽ കാണുന്നുണ്ട് നമ്മള്. ആക്ച്വലി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടോവിനോ പുള്ളിയുടെ ഒരു കരിയറിന്റെ ഒരു ഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്ത് വെക്കും. അതെ അതെ, അത് ചാൾസ് ആ സ്ട്രീറ്റ് സിനിമ, അവറാൻ എന്നുള്ള സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈറ്റിൽ ഓർമ്മയില്ല, ഒരുപാട് സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ കുറെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പ്രാവശ്യം നമ്മുടെ സബ്സ്ക്രൈബർ കൃത്യമായിട്ട് അവറാൻ, സ്ട്രീറ്റ്, വരവ് സിനിമകൾ അപ്ഡേറ്റ് വേണമെന്ന് ചോദിച്ചിരുന്നു. ലിസ്റ്റ് പറഞ്ഞപ്പോ നിങ്ങളല്ലേ കമന്റ് അപ്പൊ എന്തായാലും ഷാജി കൈലാസിന്റെ സിനിമ വരുന്നു. ഷാജി കൈലാസിന്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് AK സാജൻ എഴുതണമെന്ന് കേട്ടു. AK സാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റൈറ്ററാണ്. അതായത് ധ്രുവത്തിന്റെ കോ റൈറ്ററാണ്, ചിന്താമണി കൊലക്കേസിന്റെ റൈറ്ററാണ്, ബട്ടർഫ്ലൈസിന്റെ. അദ്ദേഹം ഇപ്പോ ലാസ്റ്റ് സംവിധാനം ചെയ്ത സിനിമ നമ്മുടെ പുതിയ നിയമം എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ. പക്ഷെ അവസാനം ചെയ്ത ഒരു സിനിമ പാളിപ്പോയി, നമ്മുടെ ജോർജ് ജോർജ് പുലിമട എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെട്ടില്ല സിനിമ. പക്ഷെ അദ്ദേഹം ഒരു നല്ല റൈറ്ററാണ്. AK സാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി സിനിമ ഇറങ്ങിയതിനു ശേഷം ജോജു എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർക്ക് ഇപ്പൊ ഒരു അത്യാവശ്യം നല്ല എന്താ പറയാ, അതെ അതെ അതെ, ഒരു അയാൾക്കൊരു വാല്യൂ ഉണ്ട്. അയാളുടെ പടമാണ് കയറി കാണാന്നുള്ള ലെവൽക്കാൾ ഒരു ടെംപ്ലേറ്റ് പിടിച്ചിട്ട് തന്നെ പോവാൻ നന്നായി. ഷാജി കൈലാസിന്റെ അവസാനം വന്ന കുറച്ച് പടങ്ങൾ മോശമായിരുന്നു. എന്തായാലും നന്നാവട്ടെ, ആക്ഷൻ ഫിലിമൊക്കെ ആവട്ടെ.